മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഹൈബി ഈഡൻ എം പി, MLA-മാരായ TJ വിനോദ്, ഉമാ തോമസ് എന്നിവർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. അജീഷ്, എന്താണ് ഈ ജനപ്രതിനിധികളുടെ MPയുടെയും MLA-മാരുടെയും ആവശ്യം? പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്താനിടയായ സാഹചര്യം എന്താണ് അജീഷ്? വിജയകുമാർ, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഈ തൃക്കാക്കര പിറവം മണ്ഡലങ്ങളിലായിരുന്നു നവകേരള സദസ്സ്. ഇത് കഴിഞ്ഞ് മുഖ്യമന്ത്രി സംഘവും പാലാരിവട്ടം വഴി പോകുമ്പോഴാണ് 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ആ സമയത്ത് ഈ പ്രവർത്തകരെ പോലീസ് സമാധാനപരമായി പിടിച്ചു മാറ്റുകയും പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് വൈകിട്ടാണ് ഈ FIR ചുമത്തിയത്. FIR ചുമത്തിയതിൽ IPC 353 ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇവരെ റിമാൻഡ് ചെയ്യാൻ പോവുകയായിരുന്നു. ഈ സമയം ഇവിടുത്തെ കോൺഗ്രസിന്റെ കൗൺസിലർ ഇവിടെ ജാമ്യമെടുക്കാനായി ഇവിടെ എത്തിയിരുന്നു. എത്തിയപ്പോഴാണ് ഈ വകുപ്പ് ചുമത്തിയ കാര്യം ഇവർ അറിയുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. MP ഉണ്ട്, MLA-മാരുണ്ട്. ഈ നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ഈ പ്രവർത്തകരെ വിട്ടയക്കാതെ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നാണ്. ഹൈബി ഈഡൻ MLA ഷിയാസ് ഉണ്ട്, DC പ്രസിഡന്റ്. എന്താണ് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം? ഈ പ്രവർത്തകരെ വിട്ടയക്കാതെ ഇവിടെ നിന്ന് പോവില്ലെന്നാണോ നിലപാട്? അല്ല, പോലീസ് യാതൊരു രീതിയിലും പ്രകോപനം ഉണ്ടാക്കാതെ നടത്തിയ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു കരിങ്കൊടി പ്രതിഷേധമാണ്. പക്ഷെ പോലീസാണ് ഇതിനകത്ത് പ്രകോപനം ഉണ്ടാക്കിയത്. പോലീസാണ് ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുത്തത്. എന്തിനാണ് പിന്നെ ആദ്യം ജാമ്യത്തിൽ കച്ചിയിട്ട് എഴുതി ജാമ്യക്കാരനെ വെച്ച് എന്തുകൊണ്ടാണ് ജാമ്യത്തിൽ വിട്ടത്? പോലീസ് ജാമ്യത്തിൽ വിട്ടതിന് ശേഷമാണ് പോലീസ് രണ്ടാമത് FIR ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയത് പോലീസിനാണ്. അപ്പൊ ഇതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനകത്ത് സമാധാനം പറയേണ്ടത്. അപ്പൊ യാതൊരു രീതിയിലും എത്രയോ സമരങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നു. ഈ സമരങ്ങളെ എങ്ങനെയാണ് പോലീസ് നേരിടുന്നതെന്ന്, എങ്ങനെയാണ് കേസെടുക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും ഒരു നിസ്സാര വകുപ്പിട്ട് കേസെടുക്കേണ്ട ഒരു കേസ് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് പിണറായി വിജയനെതിരെ മുദ്രാവാക്യം ഉയർത്തി കരിങ്കൊടി കാണിച്ചതിന് ജയിലിൽ അടക്കണമെന്ന് പിണറായി വിജയൻ അങ്ങോട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നാടല്ലല്ലോ നമ്മുടെ നാട്. നമ്മുടെ നാട്ടിൽ എത്രയോ സമരങ്ങൾ നടന്നിരിക്കുന്നു. അപ്പൊ ആദ്യം ജാമ്യത്തിൽ വിട്ട ആ ജാമ്യത്തിൽ വിടുക, രണ്ടാമതിട്ട് FIR റദ്ദാക്കുക. ഞങ്ങളുടെ ആവശ്യം ഇതാണ്. അത് അനുഭവിച്ച് കിട്ടുന്നവരെ ഈ സമരം ശക്തമായി മുന്നോട്ട് പോകും. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ഹൈബി ഈഡൻ MP ഇത്തവണ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസ് പ്രവർത്തകർ സമാധാനപരമായിട്ടായിരുന്നു പ്രതിഷേധം നടത്തിയെന്നാണ് പറയുന്നത്. അല്ല, ഒരു ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ 7 പേര് കരിങ്കൊടി കാണിക്കുക എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന്റെ ഭാഗമാണ്. നവകേരള സദസ്സിന് പോയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ കരിങ്കൊടി കാണിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ്വൽസ് പരിശോധിച്ചാൽ അറിയാം. യാതൊരു തരത്തിലുമുള്ള പൊതുമുതൽ നശിപ്പിക്കുകയോ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത് അവരെ ആക്രമിക്കുകയോ അവർക്ക് പരിക്ക് പറ്റുകയോ നോൺ ബെയിലബിൾ ഒഫൻസ് ചാർജ് ചെയ്യാൻ തക്ക ഒരു കേസും നിലവിലില്ല. ഇവിടെ കൗൺസിലർ ശ്രീ സക്കീറിന്റെ നേതൃത്വത്തിൽ അയാളുടെ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ഐഡന്റിറ്റി കാർഡ് മേടിച്ച് ജാമ്യം തയ്യാറാക്കി വെറുതെ വിടാൻ തീരുമാനിച്ച ആളുകളെ CPM-ന്റെ സമ്മർദ്ദം കൊണ്ട് മാത്രം ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് അത് തടഞ്ഞ് പുതിയൊരു FIR ഇട്ടിരിക്കുകയാണ്. ഇത് പരിപൂർണമായ ഫാഷിസമാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകും. ഇതിനെതിരെ ശക്തമായി കരിങ്കൊടി ഇനിയും പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കാണിക്കും. അതുമാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രവർത്തകരെ, ഈ 7 പേരെ വിടുന്നത് വരെ ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് അവരെ തടങ്കലിൽ വെച്ചിട്ടുള്ളത്. അവർക്ക് ജാമ്യം കൊടുത്തില്ലെങ്കിൽ ശക്തമായി ഞങ്ങളുടെ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതാണ് നേതാക്കൾ പറയുന്നത്. പ്രവർത്തകരെ ജാമ്യത്തിൽ വിടണം, അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. എന്തായാലും 7 പേരാണ് പാലാരിവട്ടം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടക്കുന്നത്. ഈ കേസിൽ പോലീസ് നേരത്തെ ജാമ്യം നൽകുന്ന വകുപ്പുകൾ ചുമത്തിയെങ്കിൽ പിന്നീട് അതിൽ ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചേർത്തു എന്ന ഗുരുതരമായ ആരോപണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ അവരെ ജാമ്യം നൽകി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നാണ് MPയും MLA-മാരും അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.